വീട്ടിലെ ചേരുവകൾ കൊണ്ട് വളരെ ഈസിയായി ഉണ്ടാക്കാൻ പറ്റിയ ഒരു പലഹാരമാണ് ഈ സ്വീറ്റ് ശർക്കര ബോൾസ്. അപ്പോൾ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഈ സ്നാക്സ് നമുക്കൊന്ന് ഉണ്ടാക്കി നോക്കിയാലോ? അപ്പോൾ അതെങ്ങനെയാ ഉണ്ടാക്കുന്നത് നമുക്കൊന്ന് നോക്കാം. അതിനായി ആദ്യം വേണ്ടത് ഒരു 2 പഴമാണ്. അപ്പോൾ നല്ല പഴുത്ത പഴമാണെങ്കിൽ അതെടുക്കുക. ഇനി ഇതൊന്ന് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതേപോലെ ചെറിയ പീസാക്കിയിട്ട് നമുക്കിങ്ങനെ കട്ട് ചെയ്തെടുക്കണം. അപ്പൊ ഞാനിതാ 2 പഴം ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് അരച്ചെടുക്കണം. അപ്പോൾ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഈ പഴം നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് വേണ്ടത് ഒരു പിടി തേങ്ങ ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു 1/4 ടീസ്പൂൺ ചെറിയ ജീരകം ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു അര ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കുക. ഒന്ന് ഇത് അരഞ്ഞു കിട്ടേണ്ടിയിട്ടാണ് ഇങ്ങനെ കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്കിതൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ നല്ല ഫൈനായിട്ട് വേണം ഇതൊന്ന് അരച്ചെടുക്കാൻ. തരിതരിപ്പൊന്നും പാടില്ലാണ്ട് നല്ല ഫൈനായിട്ട് വേണം ഇതൊന്ന് അരച്ചെടുക്കാം. ഇനി നമുക്കിതൊന്ന് ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ ഇതാ ഇതേപോലെ നല്ല ഫൈനായിട്ട് ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടത് അരിപ്പൊടിയാണ്. അപ്പം ഞാനൊരു 2 കപ്പ് അരിപ്പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ അടുത്ത് ഏത് അരിപ്പൊടി വേണമെങ്കിലും ഇതിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിതാ 2 കപ്പ് അരിപ്പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി ഇതെല്ലാം നമുക്കൊന്ന് കൈ വെച്ചിട്ട് കുഴച്ചെടുക്കാം. അപ്പോൾ ഞാനിതിങ്ങനെ കുഴച്ചെടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ചും കൂടി വെള്ളം വേണം. അപ്പം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്നും കൂടി കുഴച്ചെടുക്കാം. അപ്പോൾ ഇതാ ഫുള്ളായിട്ട് ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുക. ഇനി ഒന്നും കൂടി നമുക്കൊന്ന് നല്ലോണം ഒന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ ഇതാ നല്ലോണം ഒന്ന് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ചെറിയ ബോൾസ് ആക്കിയിട്ട് എടുക്കണം. അപ്പോൾ അതിനായി ഞാനൊരു അലൂമിനിയം ഫോയിൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ വാഴൻ്റെ ഇല ഉണ്ടെങ്കിൽ വാഴൻ്റെ ഇലയിൽ നമുക്കിങ്ങനെ ഉരുട്ടിയെടുക്കാം. അപ്പോൾ കൈമിൽ കുറച്ച് എണ്ണ ആക്കി കൊടുക്കുക. എന്നിട്ട് നമുക്കിത് ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് ഇതാക്കിയെടുക്കാം. അപ്പോൾ ഇതേപോലെ ചെറിയ ചെറിയ ബോൾസ് ആക്കി എടുക്കുക. ഇപ്പൊ ഇതേ വലുപ്പത്തിൽ നമുക്കിങ്ങനെ ഉണ്ടാക്കിയെടുക്കാം. ഇപ്പൊ ഞാനിങ്ങനെ എല്ലാം ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. ഇങ്ങനെ ചെറിയ ചെറിയ ബോൾസ് ആക്കുന്നത് നമുക്ക് വലിയൊരു ടാസ്ക് ആയി തോന്നും. പക്ഷെ നമ്മൾ വീട്ടിലുള്ള മക്കളെ കൊണ്ടൊക്കെ ഇത് ഇങ്ങനെ ഉണ്ടാക്കിയെടുത്താൽ എല്ലാം വേഗം നമുക്ക് ഇങ്ങനെ ബോൾസ് ആക്കിയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഞാനിതാ ഇത് ഫുള്ളായിട്ട് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ആവിയിലൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഒരു സ്റ്റീമർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിൽ വെള്ളം ഒഴിച്ചെടുത്തിട്ട് അതൊന്ന് ചൂടായി വന്നാൽ അതിലേക്ക് നമുക്കിതിങ്ങനെ വെച്ച് കൊടുക്കാം. പിന്നെ ഒരു 10-15 മിനിറ്റ് മതി ഇതൊന്ന് വെന്ത് വരാൻ. ഇനി നമുക്കിതൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് വേണ്ടത് ശർക്കരയാണ്. അപ്പോൾ ഞാൻ 2 ശർക്കര പീസ് എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ നിങ്ങളുടെ അടുത്ത് ശർക്കര പൊടിയാണെങ്കിൽ അത് നേരിട്ട് അതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി. ഇപ്പം എൻ്റെ അടുത്ത് ശർക്കര ആയതുകൊണ്ടാണ് ഞാനിങ്ങനെ പാനിയാക്കി എടുക്കുന്നത്. ഇത് നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ശർക്കരപ്പാനി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോഴത്തേക്കും നമ്മുടെ മാവ് ഇങ്ങനെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാം നല്ലോണം ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് കൈകൊണ്ടൊന്ന് എല്ലാ ഭാഗത്തേക്കും ആക്കി കൊടുക്കുക. ഒന്ന് ആറി വരണ്ടിയിട്ടാണ്. ഇനി നമുക്കൊരു പാനിലേക്ക് കുറച്ച് എണ്ണ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ 2 ടീസ്പൂൺ നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് 1 കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ എള്ള് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ കറുത്ത എള്ളാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ഏത് എള്ളാണെങ്കിലും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതെല്ലാം കൂടി നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതേപോലെ നല്ലോണം ഒന്ന് മിക്സ് ആക്കി എടുക്കുക. അപ്പോൾ എണ്ണയിലൊന്ന്
പൊരിഞ്ഞു വന്നാൽ നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ശർക്കര പാനിയില്ലേ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അരിച്ചിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ. ഞാനിതിലേക്ക് ഫുള്ളായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നല്ലോണം ഒന്ന് മിക്സ് ആക്കി എടുക്കാം. അപ്പോൾ ഇതാ നല്ലോണം ഒന്ന് തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ നല്ലോണം തിളച്ച് വന്നാൽ നമുക്ക് നേരത്തെ നമ്മൾ ആവിയിൽ വേവിച്ച ബോൾസ് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി എല്ലാം കൂടി ഒന്ന് നല്ലോണം ഒന്ന് മിക്സ് ആക്കി എടുക്കാം. അപ്പോൾ ശർക്കരയും തേങ്ങയൊക്കെ ഇതിലേക്ക് നല്ലോണം പിടിച്ചു വരുന്നതിന് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക. ഇതാ നല്ലോണം ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ ഫ്ലെയിം ഒരു മീഡിയം ഫ്ലെയിമിലാക്കിയിട്ട് വേണം ഇതൊന്ന് വറ്റിച്ചെടുക്കാൻ. അപ്പോൾ ഇതാ നല്ലോണം ഒന്ന് വറ്റി കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ശർക്കര ഒക്കെ ഇതിലേക്ക് നല്ലോണം പറ്റി പിടിച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാ നല്ല അടിപൊളി ശർക്കര ബോൾസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതേപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമന്റും ചെയ്യുക. കാണുമ്പോൾ തന്നെ കൊതി വരുന്ന ഈ പലഹാരം എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു പലഹാരമാണ്. അപ്പോൾ ഇതെന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഈ സ്വീറ്റ്സ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഒരു കമന്റും കൂടി ചെയ്യണേ. ഓക്കെ ബൈ.